ഇറ്റ്സ് മീ കീർത്തി ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കരിയർ ജേണിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, യൂട്യൂബിൻ്റെ എൻ്റെ കരിയർ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ എൻ്റെ സ്കിൻ കെയർ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കരിയറും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യത്തിൽ 2022 പക്ഷേ ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ, അതായത് പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം. ഞാൻ 2022 എൻ്റെ യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ 2022 ഞാൻ യൂട്യൂബ് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തോ ഒരു ഉള്ളിലെന്തോ ഒരു ഇതായിരുന്നു. കാര്യം അയ്യോ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇത് ആൾക്കാരെന്തോ പറയുമെന്നൊക്കെ ഉള്ളൊരു തോട്ടിൽ 2022 ഞാൻ യൂട്യൂബ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിർത്തി ഗൈസ്. അതിനുശേഷം 2025 ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അതും അപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. നിങ്ങളപ്പോൾ ചിന്തിക്കുമായിരിക്കും 2022 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് 2025 വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന്. കാര്യം ഒബിയസ്ലി പറയുകയാണെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, എങ്ങനെ എന്നെ ഉൾക്കൊള്ളും ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് പറയുമ്പം ഐ ഫീൽ സോ, എന്താ പറയുക, ഭയങ്കര നെർവസ് ആയിരുന്നു സത്യത്തിൽ. അതുകൊണ്ട് മാത്രമാണ് 2025 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോഴേ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ഫേസ് ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ അപ്പോഴും എന്തോ ഫേസ് റിവീൽ ചെയ്യാൻ എന്തോ ഒരു മടി എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പോലെ ഒരു നെർവസ് ഉണ്ടായിരുന്നു, ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ടിൽ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തരുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഒരു മെസ്സേജാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഞാൻ തരുന്നൊരു മെസ്സേജാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി അത് ചെയ്യുക. അല്ലാതെ വേറൊരാൾ അങ്ങനെ വിചാരിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് തുല്യമായിപ്പോൾ. നമ്മുടെ ഒരു ജീവിതമേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ആദ്യമേ നമ്മളെ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ സത്യമായിട്ടും. കാര്യം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ അന്ന് വിചാരിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഞാൻ പക്ഷേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 20-25 വരെയുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 20 പേര് പോട്ടെ, എനിക്ക് ഒരു 2 പേരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യും, എൻ്റെ വീഡിയോസ് കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയും വ്യൂവേഴ്സ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ആദ്യത്തെ വീഡിയോസിനൊക്കെ 1.23 സംതിങ് എനിക്ക് വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്രയും വ്യൂവേഴ്സ് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അത്രയും ഇത് പറയല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല ഇതൊന്നും. കാര്യം ഇപ്പോഴും കറൻറ്റ്ലി ഞാൻ ഒരിക്കലും എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഓബിയസ്ലി എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ ഫാമിലിക്കോ സത്യത്തിൽ ആർക്കും അറിയത്തില്ല ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുമെന്ന്. കാര്യം എനിക്ക് കൂടുതലും ഇഷ്ടം യൂട്യൂബ് ചാനലിൽ കൂടി ഓക്കെ, ഓബിയസ്ലി എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വരുമാനം എന്നുള്ളൊരു ബേസിക്ക് കൊണ്ട് മാത്രമാണ്. പക്ഷേ എനിക്ക് ഓക്കെ വരുമാനം കിട്ടിയാൽ ഇറ്റ്സ് എ പ്ലസ് പോയിൻറ്റ് ഫോർ മീ. ബട്ട് ഞാൻ കൂടുതലും കുറച്ചും കൂടി എനിക്ക് മെമ്മറബിളാണ്. കാര്യം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് മെമ്മറബിളാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ യൂട്യൂബിലിടുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ കുറേ നാൾ കഴിയുമ്പം അയ്യോ, ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ വീഡിയോസ് ചെയ്ത്. നിങ്ങൾ സത്യത്തിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതൊരിക്കലും വരുമാനം അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്രയും അവേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ വെച്ച് ചെയ്യാതെ ഇതെനിക്കൊരു മെമ്മറബിളാണ്, അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമ്മൾക്ക് ബോറടിക്കില്ല എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ അത് സത്യമാണ് കേട്ടോ. ഞാൻ 2022 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് സത്യത്തിൽ എനിക്ക് പേടിയും നെർവസും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഞാൻ അതിലൊരു വീഡിയോ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ലാഗ് എടുത്തു സത്യം പറഞ്ഞാൽ. കാര്യം എന്തോ ഒരു മടുപ്പ്. കാര്യം അയ്യോ, ഇനി സബ്സ്ക്രൈബേഴ്സ് അത്രയൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ അവേഴ്സ് ഇത്രയൊന്നും കിട്ടത്തില്ല, വെറുതെ എന്തിനാ ടൈം കളയുന്നത് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് നിങ്ങൾ എപ്പോൾ ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ടോ അതിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുമോടാ.
ഇങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഭയങ്കര നെർവസിങ്ങിലാണ് ഞാൻ സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ കമൻറ്റും നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല സത്യത്തിൽ. ഇനി ഈ 2 പ്രോഡക്റ്റും അടിപൊളിയാണ് കേട്ടോ. നിങ്ങളുടെ അണ്ടർ ആംസിന് അടിപൊളി സാധനങ്ങളാണ്, മസ്റ്റ് ബൈ ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടാറ്റ, ലവ് യു.